ഇറാനെ ആക്രമിച്ചിട്ടില്ലെന്ന് അറേബ്യൻ രാജ്യങ്ങൾ സംയുക്തമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായി കുവൈറ്റിൽ നിന്നും UAE നിന്നും ഖത്തറിൽ നിന്നുമെല്ലാം ഇറാന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇത് ഇറാനുള്ള മുന്നറിയിപ്പായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. അതിന് അമേരിക്കയാണ് ഇത്തരം റിപ്പോർട്ടുകൾ പ്രചരിപ്പിക്കാൻ വലിയ ഇടപെടൽ നടത്തിയത്. കൂടെ ഇസ്രായേലിൻ്റെ തന്ത്രമാണ്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ബുദ്ധിയാണ് അത് പ്രയോഗിക്കുന്നത് അമേരിക്കയാണ് എന്ന് മാത്രം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അറേബ്യൻ രാജ്യങ്ങൾ ഇറാനുമായിട്ട് നേരിട്ടൊരു യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ ഉദ്ദേശിച്ച തരത്തിലുള്ള വിജയം ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ടാവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ തരത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ കാര്യം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സംയുക്തമായിരിക്കുന്ന ഒരു പ്രസ്താവന ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നത് ഒരു വിവാദമായിട്ടുണ്ട്. അത് ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് സംയുക്തമായ രീതിയിലുള്ള ഒരു ഏകോപന സംവിധാനം 14 രാജ്യങ്ങളടക്കം ഉണ്ടാക്കിയിരുന്നു. 56 രാജ്യങ്ങളെയാണ് ആ മീറ്റിങ്ങിലേക്ക് സൗദി അറേബ്യ ക്ഷണിച്ചത്. 46 രാജ്യങ്ങൾ പങ്കെടുത്തു. 14 രാജ്യങ്ങൾ കരാറിൽ ഒപ്പിട്ടു. ബാക്കി രാജ്യങ്ങൾ കരാറിൽ ഒപ്പിടുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു. ഏതൊക്കെ രാജ്യങ്ങളാണ് കരാറിൽ ഒപ്പിടാതെ മാറി നിന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരമില്ല. എന്നാൽ 14 രാജ്യങ്ങൾ ഒപ്പിട്ട രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഒപ്പിട്ട രാജ്യങ്ങളും തങ്ങൾ ആയുധങ്ങളോ അതല്ലെങ്കിൽ കപ്പലുകളോ ഈ മേഖലയിലേക്ക് സൗദി അറേബ്യയോടൊപ്പം ചേർന്നുകൊണ്ട് അയക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഒരു മാന്യമായ രീതിയിൽ ഒരു കരാർ വ്യവസ്ഥ എന്നതിനപ്പുറമായ രീതിയിൽ ഒരു സൈനികപരമായിരിക്കുന്ന ഒരു ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിലനിൽക്കുന്ന സ്ഥിതികൾ, ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയുടെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ വിഷയത്തെപ്പറ്റി പറയാനുള്ളത്. അതായത് അറേബ്യൻ രാജ്യങ്ങൾ എന്തിനാണ് തങ്ങൾ ഇറാനെ ആക്രമിച്ചിട്ടില്ല എന്ന് അറേബ്യൻ രാജ്യങ്ങൾ പറയുന്നത്, അതും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ പ്രൗഢിയോടെ സൈനിക ശക്തിയോടെ നിലനിൽക്കേണ്ടത് അറേബ്യൻ രാജ്യങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ ഈ അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും രാജ്യത്തെ, അത് സൗദി ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും UAE ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ഏത് രാജ്യത്തിന് നേരെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും പ്രതിരോധിക്കാനുള്ള പ്രവൃത്തികൾ അവർ ചെയ്തിട്ടുണ്ട്. പ്രതിരോധ സംവിധാനം അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പ്രതിരോധിക്കുക എന്നതിനപ്പുറമായ രീതിയിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ ആക്രമണം നടത്തിയതിന് തങ്ങൾ തിരിച്ചടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിസൈൽ പോലും ഇറാൻ്റെ മുറ്റത്തേക്ക് വീണിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്തു. പല ഘട്ടങ്ങളിലായി നമ്മൾ ഈ യുദ്ധത്തോടനുബന്ധിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. കാര്യം അതിൽ അറാംകോ, അത് സൗദി അറേബ്യയുടെ റിഫൈനറിയാണ്, പെട്രോളിയം ഉണ്ടാക്കുന്ന പ്രദേശമാണ്. ഈ മേഖല യുദ്ധത്തോടനുബന്ധിച്ച് ആക്രമിച്ചു. 2-ലധികം മിസൈലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വീണു. 3 മിസൈലാണ് വിട്ടത് എന്നുള്ളതും 2 എണ്ണത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു. ഒന്നിൻ്റെ ചില ഭാഗങ്ങൾ അറാംകോയുടെ മേഖലയിൽ വീണിട്ട് തീപിടുത്തങ്ങളും വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് അന്നത്തെ ആ റിപ്പോർട്ട്. ഈ സംഭവം നടന്നതോടനുബന്ധിച്ച് തന്നെ ഇറാൻ ഇത് തങ്ങളല്ല, തങ്ങൾക്കിതിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞിട്ട് നിഷേധിച്ചു. നിഷേധം പുറത്തു വന്നതോടുകൂടി പിന്നീട് റൂട്ട് മാറിയിട്ടാണ് പിന്നെ സഞ്ചരിക്കുന്നത്. നിഷേധിച്ചു. പിന്നെ അടുത്ത ഘട്ടം ഇത് ആരാണ് ഇട്ടത് എന്നുള്ളത് പറയണം. കാര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളാണത് ചെയ്തത് എന്ന് അവർ പറയുക എന്നുള്ളത് അവരുടെ രീതിയാണ്. സാധാരണഗതിയിൽ അവർ പറയുന്നതാണ്. അല്ല എന്ന് പറഞ്ഞാൽ മറ്റാരോ ആണ് ചെയ്തത് എന്നുള്ളത് ഉറപ്പുമാണ്. അപ്പോൾ അവരല്ല എന്ന് പറഞ്ഞു. പിന്നെ യഥാർത്ഥ പ്രതികളെ തിരഞ്ഞുകൊണ്ട് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തി. ചില പ്രാദേശിക മീഡിയകളിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് വന്നു. ആ പ്രവൃത്തി ചെയ്തത് ഇസ്രായേലാണ് എന്നായിരുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ സഹായം ഉണ്ടാവാം എന്നും ആ റിപ്പോർട്ടിൽ അത് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇസ്രായേലിന് എന്തിനാണ് ഈ മേഖല അരാംകോ ആക്രമിക്കേണ്ട കാര്യം? അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ
സൗദി അറേബ്യ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ UAE ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കി. അങ്ങനത്തെ ഒരു സംഭവം ബ്രിട്ടീഷുകാരുണ്ടാക്കിയതിന് മുൻപ് ഇല്ലായിരുന്നു. ഹിന്ദു മതവിശ്വാസികൾ അവരുടെ ആചാരപ്രകാരവും മുസ്ലിം മതവിശ്വാസികൾ അവരുടെ ആചാരാനുഷ്ഠാന പ്രകാരവും ജീവിച്ചു പോരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കലും വാങ്ങലും സഹകരണ അടിസ്ഥാനത്തിലാണ് അവർ ജീവിച്ചിരുന്നത് എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ എന്തുണ്ടായി? ബ്രിട്ടീഷുകാർ ആ റൂട്ടിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. അങ്ങനെ ഹിന്ദുവും മുസൽമാനും പരസ്പരം കലഹിക്കാൻ മാത്രമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുള്ള സൗകര്യ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതെല്ലാം അമേരിക്കയാണ്. നമ്മുടെ രാജ്യത്ത് ആ സമയത്ത് ബ്രിട്ടൻ ആയിരുന്നു. അപ്പോൾ ബ്രിട്ടൻ ആ സമയത്ത് പരസ്പരം ഏറ്റുമുട്ടിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ശത്രുതയായി കഴിഞ്ഞാൽ, രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായ രീതിയിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അത് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമായിട്ട് മാറും. അപ്പോൾ ഒരുമിച്ച് കൊണ്ട്, അതായത് ഹിന്ദു മുസ്ലിം ഐക്യത്തോടു കൂടി ഇവരെ ബ്രിട്ടനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. സമാന രീതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് അമേരിക്കയും ഇസ്രായേലും സ്വീകരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. അത് അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഒരു സാപ്റ്റ്കോയിൽ മാത്രമല്ല ആക്രമണം നടന്നത്. ഖത്തറിൻ്റെ ചില മേഖലയിൽ നടന്ന ആക്രമണത്തിലും തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആക്രമണവും ഇറാൻ്റെ വകയല്ല. ചില ആക്രമണങ്ങളൊക്കെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും വകയാണ്. അപ്പോൾ അമേരിക്കക്ക് ഈ അറേബ്യൻ രാജ്യങ്ങളൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ തന്നെ സൈനിക ബേസ് ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളും കാര്യങ്ങളൊക്കെ എവിടെയാണ് എന്നത് കൃത്യതയോട് കൂടിയിട്ട് അമേരിക്കയ്ക്ക് അറിയാനും പറ്റും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ചുമ്മാ ആക്രമിച്ചാൽ മതി. ഉദാഹരണത്തിന് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു. അത് ഒരു പ്രധാനമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് നിലനിന്നാണ്. ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് ഖത്തറിനെ എന്തിനാണ് ആക്രമിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ആക്രമണം നടന്നത് ഹമാസിൻ്റെ നേതാക്കന്മാരെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ആക്രമണം നടത്തിയത് എന്നുള്ള റിപ്പോർട്ടൊക്കെയാണ് പുറത്ത് വന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ആ സമയത്ത് അമേരിക്കക്ക് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അമേരിക്ക ചെയ്തിട്ടില്ല. കാര്യം അവിടെ ഉദൈദ എന്ന് പറയുന്ന എയർപോർട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, എയർബേസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഖത്തറിന് കൂടി സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഏകദേശം 100 വർഷത്തെ കരാർ വ്യവസ്ഥ പ്രകാരം ഉണ്ടാക്കിയതാണ്. അതൊന്നും ചലിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നതാണ്. പിന്നീട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു മാപ്പ് പറയുകയൊക്കെ ചെയ്തെന്നുള്ള കാര്യം നമുക്കറിയാം. സാധാരണ അവരുടെ സിസ്റ്റം അങ്ങനെയാണ്. പ്രവർത്തികൾ ചെയ്യുകയും കൂട്ടക്കുരുതി നടത്തുകയും അവസാനം സോറി പറയുകയും ചെയ്യാം. ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ സോറി പറഞ്ഞിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ആണവായുധം പോലെയുള്ള നശീകരണ വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ആരോപണം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് ഇറാഖിൻ്റെ സൈനികർ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. IAEA അവിടെ പരിശോധന നടത്തിയിട്ട് അവർ കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്ത കാര്യമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ബ്രിട്ടനും അമേരിക്കയും പറഞ്ഞിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭരണം അട്ടിമറിയണം, അല്ലെങ്കിൽ ഭരണ സംവിധാനം ഇല്ലാതാകണം. ആ രീതിയിലേക്കായിരുന്നു കാര്യങ്ങളൊക്കെ പോയിരുന്നത് എന്ന് ചുരുക്കം. പക്ഷെ ഒടുവിലെത്തിയ സമയത്ത് അവർ രാജ്യം മുഴുവനും അരിച്ചു പെറുക്കിയിട്ടും അങ്ങനെ സംഭവം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാര്യം ഇല്ലാത്തൊരു കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ലല്ലോ, അതല്ല നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പല രീതിയിലും അങ്ങനെ തന്നെയാണ്. ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രവൃത്തി ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അറേബ്യൻ രാജ്യങ്ങൾ കൃത്യതയോടുകൂടി അവിടെ നിലപാട് പറഞ്ഞു തങ്ങൾ ഇറാനെ ആക്രമിച്ചിട്ടില്ല. ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യവുമല്ല. അത് UAE വരെ പറഞ്ഞു. UAEയും ഇറാനും തമ്മിൽ നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങളൊന്നും ഇല്ല. പല ഘട്ടത്തിലും അവിടെ 2 ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഗ്രേറ്റർ ദ്വീപ്, ലെസ്താൻ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇറാനും UAEയും തമ്മിലുള്ളതാണ്. അങ്ങനത്തെ ഒരു രാജ്യം ഒരിക്കൽ പോലും എന്ത് ചെയ്യുന്നില്ല, ഇവരുമായിട്ട് ഒരു
സഹകരണത്തിൽ നിൽക്കുന്നില്ല. ആ നിൽക്കാത്ത രാജ്യം പോലും യഥാർത്ഥത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? തങ്ങൾക്ക് അതിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം, അറേബ്യൻ രാജ്യങ്ങൾ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞ് തങ്ങൾ ഇറാനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അമേരിക്കയും ഇസ്രായേലും ഇതിൻ്റെ ഇടയിൽ വലിയ രീതിയിൽ ചാരപ്രവർത്തനവും കള്ളപ്രവൃത്തിയും ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം.